KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ലൈംഗികാതിക്രമത്തിന് തൊട്ടു മുൻപുള്ള നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇക്കഴിഞ്ഞ 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, കൂടുതൽ വിവരങ്ങൾ. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാനു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കഴിഞ്ഞ 14-ലാണ് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ച് സവാദ് ഒരു യുവതിക്കെതിരെ, യാത്രക്കാരിയായിട്ടുള്ള സഹയാത്രക്കാരിയായിട്ടുള്ള യുവതിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം നടത്തുന്നത്. തുടർന്ന് യുവതി അന്ന് തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പൊള്ളാച്ചിയിൽ നിന്നാണ്, അതായത് ഈ സംഭവത്തിന് ശേഷം പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഈ സവാദ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സവാദിനെ പൊള്ളാച്ചിയിൽ നിന്നും, തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അതായത് 2023-ലും സമാനമായിട്ടൊരു സംഭവം സവാദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ബസ്സിൽ വെച്ച് തൃശൂർ സ്വദേശിനിയായ യുവതിക്ക് നേരെ സമാന നിലയിൽ ഇത്തരത്തിലൊരു അക്രമം നടന്നിരുന്നു. അന്ന് താൻ കുറ്റവാളിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം സവാദിന് വലിയൊരു സ്വീകരണമൊക്കെ കൊടുക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സമാന നിലയിൽ വീണ്ടും ഇത്തരത്തിലൊരു സ്ത്രീക്ക് നേരെ, സഹയാത്രികയ്ക്ക് നേരെ ബസ്സിൽ വെച്ചൊരു പീഡന ശ്രമം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.